ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം. നാളത്തെ പ്രൊമോ കഥയിൽ ശ്യാമെ ഊർമിള ഒരു പാട്ട് കേൾപ്പിക്കുകയാണ്. ശ്യാമ തന്നെ പാടിയ പാട്ടാണെന്ന് തോന്നുന്നു. ശ്യാമ അത് കേട്ടിട്ട് പറയുന്നുണ്ട് നല്ല പാട്ടാണെന്ന്. ആരാണ് ഈ പാട്ട് പാടിയതെന്ന് അറിഞ്ഞാൽ ഒന്ന് പറഞ്ഞു തരണേന്നൊക്കെ ശ്യാമ ഊർമിളയോട് പറയുന്നു. ശ്യാമ പറയുന്നത് കേട്ടിട്ട് ഊർമിള ചെറിയ പുഞ്ചിരിയോടെ നിൽക്കുന്നുണ്ട്. ഊർമിളയ്ക്ക് സന്തോഷമാകുന്നുണ്ട്. ശ്യാമയ്ക്ക് ഒരു കാര്യവും ഓർമ്മയില്ലല്ലോ എന്നൊക്കെ ഓർത്തിട്ട്. തുടർന്ന് കാണിക്കുന്നത് ജയഭാരതി മുത്തശ്ശിയും വരുണയും രാധികയുമാണ്. ജയഭാരതി മുത്തശ്ശി വരുണോടും രാധികയോടും സാറെ കുറിച്ച് പറയുന്നു. കണിമംഗലത്ത് ആദ്യമായിട്ട് സാറ വന്ന് കയറിയപ്പോൾ തന്നെ എന്തോ ഒരു പന്തികേട് എനിക്ക് തോന്നിയതാണെന്നൊക്കെ പറയുന്നു. ഞാൻ സാറെ ശരിക്കും ശ്രദ്ധിച്ചതാണ്, സാറയുടെ പെരുമാറ്റം എന്നൊക്കെ പറയുന്നു. സാറ പറയുന്ന ഓരോ വാചകവും അളന്നു കുറിച്ച് മനസ്സിൽ എന്തൊക്കെയോ വെച്ചിട്ടാണ് പറയുന്നത്. അങ്ങനെ എനിക്ക് പലപ്പോഴായി തോന്നിയിട്ടുണ്ടെന്ന് ജയഭാരതി മുത്തശ്ശി പറയുന്നു. വരുണപ്പോൾ പറയുന്നുണ്ട് അങ്ങനെ കണിമംഗലത്തേക്ക് വന്ന് കയറാൻ സാറ ആരാണെന്നൊക്കെ ചോദിക്കുകയാണ്. വരുണും രാധികയും ജയഭാരതി മുത്തശ്ശിയും എല്ലാം സാറയുടെ കണിമംഗലത്തേക്കുള്ള വരവിനെ സംശയിക്കുകയാണ്. എന്തോ മനസ്സിൽ ഉറപ്പിച്ച് വന്നതാണ് സാറയെന്നൊക്കെ അവർ പറയുന്നു. ഇന്നത്തെ പ്രൊമോ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു പ്രൊമോയുമായി വീണ്ടും കാണാം. താങ്ക്